നമസ്കാരം. നമ്മുടെ എല്ലാം അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ ഉപ്പ്. എന്നാൽ ഈ ഉപ്പ് വെക്കുന്ന കാര്യത്തിൽ നമ്മൾ വരുത്തുന്ന ചെറിയ പിഴവുകൾ നമ്മുടെ കുടുംബത്തിലെ സമാധാനത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഉപ്പ് പാത്രത്തിന്റെ അടുത്ത് എണ്ണക്കുപ്പി വെച്ചാൽ വീട്ടിൽ എന്ത് സംഭവിക്കും? സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉപ്പ് എങ്ങനെ സൂക്ഷിക്കണം? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക. നമ്മുടെ വീടുകളിൽ ഉപ്പ് എപ്പോഴും മഹാലക്ഷ്മിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ദേവിക്ക് നൽകുന്ന അതേ പരിഗണന ഉപ്പിനും നൽകണം. ഉപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇട്ടുവെക്കരുത്. പകരം മൺഭരണികളിലോ ഗ്ലാസ് ജാറുകളിലോ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അടുക്കളയിൽ അടുപ്പിന്റെ വലതുവശത്തായി വേണം ഉപ്പ് പാത്രം വെക്കുവാൻ. വെറും നിലത്ത് വെക്കാതെ ഒരു മരപ്പലകയോ ചെറിയ തട്ടോ വെച്ച് അതിനു മുകളിൽ വേണം പാത്രം സ്ഥാപിക്കാൻ. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഐശ്വര്യം. സൂര്യപ്രകാശം അടുപ്പിന് മുകളിൽ പതിക്കുന്ന രീതിയിലാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമാണ്. നമ്മുടെ അടുക്കളയിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും കുടുംബത്തിലെ സമാധാനത്തെ ബാധിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ് പാത്രവും എണ്ണക്കുപ്പിയും എവിടെ വെക്കുന്നു എന്നത്. എന്തുകൊണ്ടാണിത് പ്രധാനമാകുന്നത്? വിശ്വാസപ്രകാരം ഉപ്പ് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ്. അതുപോലെ തന്നെ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയും ഐശ്വര്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ രണ്ടും അടുക്കളയിൽ ശരിയായ സ്ഥാനത്ത് വെച്ചില്ലെങ്കിൽ അത് വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കാൻ കാരണമാകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ പാചകത്തിന്റെ ഏത് എണ്ണ ഉപയോഗിച്ചാലും, അത് വെളിച്ചെണ്ണയായാലും സൺഫ്ലവർ ഓയിലായാലും, ആ എണ്ണക്കുപ്പി എപ്പോഴും ഉപ്പ് പാത്രത്തിന് തൊട്ടടുത്തായി തന്നെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം. അടുപ്പിന്റെ വലതുവശത്തായി ഒരു മരപ്പലകയിലോ തട്ടിലോ ഉപ്പുപാത്രം വെക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ തൊട്ടടുത്ത് തന്നെ എണ്ണക്കുപ്പിയും വെക്കാവുന്നതാണ്. എണ്ണക്കുപ്പിയും ഉപ്പുപാത്രവും തമ്മിൽ വലിയ അകലത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ വെവ്വേറെ ദിശകളിൽ വെക്കുകയോ ചെയ്യുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ കാരണമായേക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് വഴക്കിടുന്നത് ഒഴിവാക്കാൻ ഈ ഒരു ചെറിയ മാറ്റം സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും നിലനിർത്താൻ ഇത് പോസിറ്റീവ് എനർജി നൽകുന്നു. മഹാലക്ഷ്മി കടാക്ഷം നിലനിൽക്കാനും വീട്ടിലെപ്പോഴും സമൃദ്ധി ഉണ്ടാകാനും ഈ രീതിയിലും ക്രമീകരണം നിങ്ങളെ സഹായിക്കും. ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. അടുക്കളയിലെ ഈ ചെറിയ ക്രമീകരണം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാനും കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുവാനും ഉപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില പ്രത്യേക രീതികളുണ്ട്. ഇത് വെറും ഒരു വിശ്വാസമല്ല, മറിച്ച് പോസിറ്റീവ് എനർജി വീട്ടിൽ നിറയ്ക്കുവാനുള്ള വഴികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടുപ്പിന്റെ വലതുവശത്തൊരു മരപ്പലകയിലോ തട്ടിലോ വേണം ഉപ്പ് പാത്രം വെക്കാൻ. ഇങ്ങനെ വെക്കുമ്പോൾ ആ തട്ടിന് മുകളിൽ 1 രൂപയുടെ നാണയം വെക്കുക. അതിനു മുകളിൽ വേണം ഉപ്പുജാർ സ്ഥാപിക്കാൻ. ഇങ്ങനെ ചെയ്യുന്നത് വഴി നാണയത്തിന്റെ ശക്തിയും ഉപ്പിന്റെ ശക്തിയും ഒന്നായി വീട്ടിലേക്ക് പണം ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ഇത് കുടുംബത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കും. ഉപ്പുപാത്രം കഴുകി വൃത്തിയാക്കി ഉണങ്ങിയ ശേഷം അതിൽ ആദ്യം കുറച്ച് കല്ലുപ്പിടുക. അതിനുശേഷം ഒരു 5 രൂപയുടെ നാണയം എടുത്ത് ആ ഉപ്പിനുള്ളിലേക്ക് പാതി താഴ്ത്തി വെക്കുക. ബാക്കിയുള്ള ഉപ്പ് കൂടിയിട്ട് പാത്രം നിറയ്ക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകാനും പണത്തിനൊന്നും കുറവില്ലാതെ ഇരിക്കാനും സഹായിക്കും. ഈ ഒരു 5 രൂപയുടെ നാണയം ഇടുമ്പോൾ നിങ്ങൾ അത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വേണം ഇടാൻ, അല്ലെങ്കിൽ അത് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീടുകളിൽ ഉപ്പ് പാത്രത്തിന്റെ ഉപ്പ് മുഴുവനായി തീരുന്നത് വരെ കാത്തിരിക്കുന്ന അത്ര നല്ലതല്ല. ഉപ്പ് കുറയുന്നതനുസരിച്ച് പുതിയ ഉപ്പ് വാങ്ങി അതിൽ നിറച്ചു വെക്കണം. വീട്ടിലെപ്പോഴും ഉപ്പ് നിറഞ്ഞിരിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. ഇനി നമ്മുടെ വീട്ടിൽ ഉപ്പ് വാങ്ങുന്നതും ഉപ്പ് പാത്രം വൃത്തിയാക്കുന്നതിനും കൃത്യമായ ചില ദിവസങ്ങളുണ്ട്. ഇത് പാലിക്കുന്നത് വഴി ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ഉപ്പ് കടയിൽ നിന്ന് വാങ്ങാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായതിനാൽ അന്ന് ഉപ്പ് വീട്ടിലെത്തിക്കുന്നത് ഐശ്വര്യമാണ്. ഉപ്പുചാർ അല്ലെങ്കിൽ ഭരണി കഴുകി വൃത്തിയാക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ബുധൻ, വ്യാഴം, ഞായർ എന്നീ ദിവസമാണ്. ഒരു കാരണവശാലും വെള്ളിയാഴ്ച ദിവസം ഉപ്പുപാത്രം കഴുകാൻ പാടില്ല. അന്നേ ദിവസം ഉപ്പുപാത്രം ഒഴിഞ്ഞു കിടക്കുന്നത് ദോഷകരമാണെന്നാണ് വിശ്വാസം. കഴുകി ഉണങ്ങിയ ശേഷം ആദ്യം കുറച്ച് ഉപ്പിട്ട് അതിൽ നാണയം വെച്ച് വീണ്ടും നിറയ്ക്കണം. നിങ്ങൾ വലിയ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ ഈ ഒരു പരിഹാര മാർഗം തീർച്ചയായും പരീക്ഷിച്ചു നോക്കൂ. ഇതിനാവശ്യമായത് 1 ഗ്ലാസ് ബൗളും കുറച്ച് കല്ലുപ്പും 5 ഗ്രാമ്പുവും മാത്രമാണ്. 1 ഗ്ലാസ് ബൗൾ നിറയെ കല്ലുപ്പെടുക്കുക. അതിലേക്ക് കേടുപാടുകൾ ഒന്നുമില്ലാത്ത മൊട്ടൊടിയാത്ത 5 ഗ്രാമ്പൂ കുത്തിവെക്കുക.
കല്ലുപ്പിന് വീട്ടിലെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് കല്ലുപ്പില്ലെങ്കിൽ ഇനി പൊടിയുപ്പെടുക്കാനൊണ്ടും ഒരു കുഴപ്പവുമില്ല. ഗ്രാമ്പൂവിലാകട്ടെ പോസിറ്റീവ് എനർജി നിറയ്ക്കുവാനും സഹായിക്കുന്നു. ഇവ രണ്ടും ചേരുമ്പോൾ അതിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഈ ബൗൾ നിങ്ങളുടെ വീട്ടിലെ ഓരോ മുറികളിലും ഓരോ ദിവസം മാറി മാറി വെക്കുക. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വെക്കുന്നത് മറ്റാരും കാണുവാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് മറച്ചു വെക്കാവുന്നതാണ്. മാസത്തിലൊരിക്കൽ ഈ ഉപ്പും ഗ്രാമ്പൂവും മാറ്റിയാൽ മതിയാകും. മാറ്റുന്ന സമയത്ത് ഈ ഉപ്പും ഗ്രാമ്പൂവും വെള്ളത്തിൽ കലക്കി വീടിന് പുറത്ത് ആരും ചവിട്ടാത്ത ഭാഗത്തോ അല്ലെങ്കിൽ സിങ്കിലോ ഒഴുക്കി കളയാം. അതിനുശേഷം വീണ്ടും പുതിയത് ഇതുപോലെ തയ്യാറാക്കി വെക്കാം. അടുക്കളയിൽ നമ്മളുടെ ചെറിയ ഈ ശീലങ്ങൾ മാറ്റം വരുത്തിയാൽ വീട്ടിൽ വലിയ രീതിയിലുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ഒരു 7 ദിവസമെങ്കിലും വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.